ഇന്നലെയാണ് ഞങ്ങൾ ഇവിടെ ജയിലിൽ വരികയുണ്ടായി. ഇവിടെ ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ കാണുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അനുവദിച്ചില്ല. ഞങ്ങൾ കണ്ടേ മടങ്ങൂ എന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ജയിലിൽ വന്നത്. ഞങ്ങളെ സിസ്റ്റർമാരെ കാണാനുള്ള അനുവാദം തരികയും ഞങ്ങൾ കാണുകയും ചെയ്തു. അവരെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച 3 നേതാക്കൾ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് അത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സാമൂഹിക വ്യവസ്ഥയും തകർക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം നമുക്കെല്ലാം ഉണ്ട്. അതിൻ്റെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അജണ്ട വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ചും BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തിനേയും എതിർക്കുക, തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെയും വെറുക്കുക, അങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാവരെയും മാറ്റി തീർക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയാണുള്ളത്. തങ്ങൾക്കെതിരായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ഉയർന്നു വന്നാൽ അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരരുത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സിസ്റ്റേഴ്സിനെ കണ്ട് ദയനീയമായ കഥ പറഞ്ഞല്ലോ. അവരെ കേരളത്തിനാകെ അപമാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.